ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. നാളെ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ അത് മുന്നണികൾക്ക് വളരെ വലിയൊരു ആവേശമാകുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തെ നമുക്ക് എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി വിശദമാക്കാം? സിന്ധൂരി, ആദ്യം വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി കേരളം കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു. നല്ല വേനൽക്കാലത്തിൻ്റെ ചൂടുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പര്യടനം, വോട്ട് ചോദിച്ചുള്ള ഗൃഹസന്ദർശനം, പൊതുയോഗങ്ങൾ, അങ്ങനെ 3 ആഴ്ചക്കാലം നീണ്ടുപോയ ശക്തമായ പ്രചരണത്തിനാണ് കേരളം സാക്ഷിയായത്. ഇനി നാളെ കൊട്ടിക്കലാശമാണ്. ഇനി കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു നാൾ കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ച വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 3 നാളുകൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. അത് അവർ പ്രഖ്യാപിക്കുക അന്നാണ്. അതിൻ്റെ ഫലം കേരളം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ആവേശം ഒട്ടും കുറയുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്ക് സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മണിക്കൂറുകളും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് അവസാനവും നിമിഷവും പരമാവധി മുഖങ്ങളെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. അതുകൊണ്ട് ഇന്നൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് തിരിച്ച് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ സഞ്ചരിച്ച് വലിയ തരത്തിലുള്ള ജനപിന്തുണയുള്ള റോഡ് ഷോ നടത്താനാണ് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ പിന്തുണ, അതിൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, വിജയം ഉറപ്പിക്കുക എന്നതാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. കഴിഞ്ഞ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന ശക്തമായ പ്രചരണങ്ങൾക്കാണ് കേരള സാക്ഷിയായത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് 3 ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും ഇടതുമുന്നണി ഉയർത്തിയ കേരളത്തിൻ്റെ വികസനം, 1-ാം പിണറായി സർക്കാരും 2-ാം പിണറായി സർക്കാരും നടത്തിയ വികസന നേട്ടങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അവഗണനയ്ക്കിടയിലും ഒരു ബദൽ മോഡലായി കേരളം ഇങ്ങനെ ഉയർന്നു വന്നു. അതിന് ഭരണ തുടർച്ചയാണ് കാരണമായത്. 1ഉം 2ഉം സർക്കാരുകൾ കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികൾ സമയനിഷ്ഠതയോടുകൂടി നടപ്പിലാക്കാനായി അതിന് ഭരണ തുടർച്ച നിർണായകമായ പങ്ക് വഹിച്ചു എന്ന കാര്യം LDFിൻ്റെ സ്ഥാനാർത്ഥികൾക്കും LDFിൻ്റെ മുന്നണിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി വികസനത്തെ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ആകമാനം ഉള്ളത്. എന്നാൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മറ്റ് പല വിവാദങ്ങളും കൊണ്ടുവരാൻ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും പല ഘട്ടങ്ങളിൽ ശ്രമിച്ചുവെങ്കിലും അവസാന ലാപ്പ് വരെ LDFിന്, ഇടതുമുന്നണിക്ക് അത് നിലനിർത്താനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പൂർണ്ണമായും പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്നു എന്നതാണ്. അത് ഭരണത്തിലില്ലാത്ത 10 വർഷം ഭരണത്തിലില്ലാതെ മാറി നിൽക്കുന്ന പ്രതിപക്ഷം അഴിമതിയിൽ പൂർണ്ണമായി അവർ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് വയനാട് ചൂരൽമല ദുരന്തത്തിൽ പിരിച്ചെടുത്ത പണം എവിടെ എന്ന് പ്രതിപക്ഷത്തിനോട് വോട്ടർമാർ ചോദിക്കുന്ന ആ ചോദ്യത്തിന് മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് ഉണ്ടായിട്ടുള്ളത്. അത് CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും LDFിൻ്റെ കൺവീനറും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മണ്ഡലത്തിൽ ചോദിക്കുന്നുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ UDFിൻ്റെ പ്രവർത്തകരോടും ജനങ്ങളോടും ഈ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വലിയ തരത്തിലുള്ള ആശയ സംവാദം നടത്തുന്നുണ്ട്. ആ സംവാദങ്ങളിൽ നിന്ന് മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും KC വേണുഗോപാലൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും വീടെവിടെ, വയനാട് പിരിച്ച പണം എവിടെ, നിങ്ങളുടെ ആപ്പ് എങ്ങനെയാണ് മുങ്ങിയത്, ആരാണ് ഈ ആപ്പ് മുക്കിയത്, പണം മുക്കിയത് എന്ന ചോദ്യം ശക്തമായി കേരളത്തിൽ ഉയർന്നു വരികയാണ്. സിന്ധൂരി, ഒരു കാര്യം ഓർക്കണം, 10 വർഷം ഭരിച്ച ഒരു സർക്കാരല്ല അവസാന നിമിഷം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രതിരോധത്തിലാകുന്നത്. 10 വർഷം ഭരണത്തിൽ നിന്ന് മാറി നിന്ന ഒരു പ്രതിപക്ഷം അഴിമതിയുടെ ഭാഗമായി മാറുന്നു. ആ ചോദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഈ 100 കോടി, ഈ പറഞ്ഞ പിരിച്ചെടുത്ത 100 വീടുകളുടെ പണം, കോടിക്കണക്കിന് രൂപ കട്ടവർക്കാണോ കേരളത്തിൻ്റെ ഖജനാവ് ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യം ജനങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യും. അതുതന്നെയാണ് പ്രതിപക്ഷത്തെ വല്ലാത്ത രീതിയിൽ UDFിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തി, 137 ചലഞ്ച് നടത്തി, 138 ചലഞ്ച് നടത്തി. അതെല്ലാം കോൺഗ്രസിൻ്റെ ആഭ്യന്തര പിരിവായിരുന്നു. എങ്കിൽ ജനങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച തുകയാണ്
പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് വീട് വെച്ച് നൽകുന്ന വാഗ്ദാനം നിറവേറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വയനാട് വാങ്ങിയ ഭൂമിയെ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നു. അവിടെ വീട് പണി തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്നാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു അതിനുള്ള പണം കൈവശമില്ല എന്ന് പറയുന്നു. ഭൂമി വാങ്ങിയതിൽ വില എഴുതിയതിൽ അധിക തുകയാണ് എന്ന തരത്തിലുള്ള അഴിമതി ആരോപണം വരുന്നു. അങ്ങനെ വലിയ തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ UDF പ്രതിരോധത്തിലാകുന്നൊരവസ്ഥ. ഒപ്പം തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി. ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനമെന്ന് തൊട്ട് ആ മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് റോഡ് ഷോയുമായി ആരംഭിച്ച LDFിൻ്റെ പ്രവർത്തനം വളരെ ചിട്ടയായി തന്നെ മുന്നോട്ട് പോയി. മണ്ഡലങ്ങളുടെ പര്യടനങ്ങൾ പൂർത്തിയായി. സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം പൂർത്തിയായി. മണ്ഡലം കൺവെൻഷൻ മുതൽ പഞ്ചായത്ത് തല കൺവെൻഷൻ അടക്കം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട കവലകളെല്ലാം നേരിട്ട് പോയി വോട്ടഭ്യർത്ഥിച്ചു. ഒപ്പം തന്നെ പൊതുയോഗങ്ങൾ ദേശീയ നേതാക്കൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ദേശീയ നേതാക്കൾ മുതൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി കേരളത്തിൽ തന്നെ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മണ്ഡലങ്ങളിൽ തോറും 12 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും വാർത്താ സമ്മേളനം വിളിച്ചു. MV ഗോവിന്ദൻ മാസ്റ്റർ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പലതരത്തിൽ ഇരു മുന്നണികളുടെയും BJPയുടെയും NDAയുടെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമിത്ഷായും മോദിയൊക്കെ വന്നെങ്കിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് PB അംഗമായിട്ടുള്ള പിണറായി വിജയൻ തന്നെ നയിക്കുന്നു എന്നത് സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു ദേശീയ നേതാവ് വന്നിട്ടും ഇത്രയേറെ വാർത്താ പ്രാധാന്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭരണമുന്നണിയെ നയിക്കുന്ന നേതാവിന് തന്നെ ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം നടത്തിയ നിരന്തരമായി സ്വകാര്യ ചാനലുകൾക്കടക്കം നടത്തിയ അഭിമുഖങ്ങളിലൂടെ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് വ്യക്തമായി മറുപടി പറയാൻ കഴിയാതെ പ്രതിപക്ഷം ഉഴലുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളേറെ നിർണായകമാണ്. പലതരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ, പലതരത്തിൽ ഈ വോട്ട് സ്വാധീനിക്കാൻ തരത്തിലുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ, ചില നേതാക്കളുടെ പ്രസ്താവനകൾ ഒക്കെ തന്നെ വ്യാജമായിട്ടുള്ള നുണപ്രചരണങ്ങളുടെ ക്യാമ്പയിൻ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ പരമാവധി ജനങ്ങളെ നേരിട്ട് കാണാനുള്ള നെട്ടോട്ടത്തിലാണ്. നേരത്തെ സിന്ധൂരി പറഞ്ഞതുപോലെ അവസാന ലാപ്പിലും ഈ ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അത്രയേറെ തെരഞ്ഞെടുപ്പിൻ്റെ തത്രപ്പാടിലാണ്. അതിന് ഇനി ഓരോ നിമിഷവും ചൂടേറിയ നിമിഷങ്ങളാണ്. ഈ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് ശക്തിയെന്ന് റോഡുകളിൽ തെരുവുകളിൽ പ്രകടമാകുന്ന ഒരു ദിനം കൂടിയാണ്. അതിന് വ്യത്യസ്തത കൊണ്ടുവരാൻ പലതരത്തിലുള്ള ഒരുക്കങ്ങൾ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നു. അത് വലിയ ക്യാമ്പയിനായി എല്ലാ ജില്ലകളുടെയും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലായിരിക്കും കൊട്ടിക്കലാശം ഉണ്ടാകുക. അതിന് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികൾ. സിന്ധൂരി.